ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചത് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടല്ല, മഴയ്ക്ക് വേണ്ടിയിട്ടിങ്ങനെ മഴക്കാറും മൂടി പോലെ കിടക്കുകയാണ് ആകാശം. ഏകദേശം ഇപ്പം തന്നെ മഴ പെയ്യുന്ന തോന്നണത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഡേയുടെ വെതർ നോക്കിയിട്ട് വേണം ഉടുപ്പൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സമ്മറി പോലത്തെ ഉടുപ്പൊക്കെ ഇട്ടാണ് ഇറങ്ങിയേക്കുന്നത്. രാവിലെ വലിയ കുഴപ്പമില്ലായിരുന്നു. വൈകുന്നേരം വരെയുള്ള വെതർ ഞാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോക്കിയില്ല. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, തണുപ്പൊന്നുമില്ല, ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ മഴ പെയ്യണതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ UK പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇങ്ങോട്ട് മാറി താമസിക്കുമ്പോൾ പുറത്തുനിന്ന്, അതായത് നമ്മളെപ്പോലെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരോട്, എസ്പെഷ്യലി കറുത്ത ആൾക്കാരോടും നമ്മളെപ്പോലെ ബ്രൗൺ നിറമുള്ളവരോടും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്കൊക്കെ ചെറിയൊരു വിജോയിപ്പോ അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവൊക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അതിന് കുറേ കാരണങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാരണങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന കാരണങ്ങളല്ല, ചിലത് നമ്മളങ്ങനെയാണ്. എന്നാലും കുറേയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് വന്ന് ജീവിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനും അവരുടെ ഇടയ്ക്ക് ജീവിക്കുമ്പോൾ അവരെ പോലെ ജീവിക്കാനൊക്കെ കുറേയൊക്കെ നമുക്ക്, അവരെ പോലെയെന്നല്ല എന്നുവെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിക്ക് ജീവിക്കാനൊക്കെ കുറേയൊക്കെ നമുക്ക് ട്രൈ ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ സ്പെസിഫൈ ചെയ്ത് പറയാമെന്നായിട്ട് ഞാൻ വിചാരിച്ചിരിക്കണേ. അപ്പോൾ പല നാടുകളിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആളുകളോട് ഇവർക്ക് പ്രത്യേക ഒരു വിയോജിപ്പ്, ഒരു നീരസമൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നിയ കുറച്ച് റീസൺസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റായി പോകുമെന്ന് തോന്നുന്നു, എല്ലാം ഓൾവേസ് വെൽക്കമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഏറ്റവും നീരസമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എവിഡൻ്റായിട്ട് അവർക്കൊരു ഇഷ്ടക്കുറവ് അവർ പ്രകടിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത് തന്നെ കേട്ടോ. പബ്ലിക് പ്ലേസുകളിൽ, അതുപോലെ തന്നെ വർക്ക് പ്ലേസിൽ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കാണുമ്പം മലയാളി ആണെന്ന് അറിയാമെങ്കിൽ എസ്പെഷ്യലി നമ്മൾ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് മലയാളം വന്നോളൂ. അപ്പം നമ്മൾ വേറെ രാജ്യത്തു നിന്ന് വരുന്നവർ അവരവരുടെ നേറ്റീവ് ലാംഗ്വേജുകളിൽ സംസാരിക്കുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് ടെക്നിക്കലി അവർക്ക് അങ്ങനെ ഒരു നീരസം ഉണ്ടാക്കാനായിട്ടുള്ളൊരു കാരണം തന്നെയാണത്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ അതേ ഭാഷയിൽ തന്നെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണെങ്കിലും മാക്സിമം അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ ആൾക്കാരുള്ള സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നൊന്നല്ല, അവരുടെ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്നത് അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ ഒരു വേയും കൂടെയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ പോയിരിക്കുന്നു, അവരെല്ലാവരും ഒരേ രാജ്യത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവരെല്ലാവരും അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരവരുടെ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ മുഖത്ത് നോക്കി പോകുന്നുണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ കാര്യത്തിൽ മിക്കവാറും സംഭവിക്കാറ്. ബട്ട് സ്റ്റിൽ അവർക്കറിയില്ല നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്ലേസുകളിൽ, അതുപോലെ തന്നെ അവരുടെ ആളുകൾ ഉള്ള കൂട്ടം കൂടായിട്ട് നമ്മളിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതേ അല്ല കേട്ടോ. നമ്മളതിനെക്കുറിച്ച് നാട്ടിൽ ഒരു പരിധി വരെയൊക്കെ ഒരുപാട് പേരൊന്നും ബോധേഡ് അല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അതായത് നമ്മുടെ സ്മെല്ല്, നമ്മുടെ ബോഡി ഓഡർ, അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത്സിലുള്ള സ്മെല്ലുകൾ, അതുപോലെ തന്നെ ബ്രത്തിൻ്റെ സ്മെല്ല്, നമ്മുടെ വായുനാറ്റം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് നമുക്ക് അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ സ്മെല്ലിനെ കുറിച്ച് ഭയങ്കര ബോധേഡാണ്. അപ്പോൾ ഇവർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസൊക്കെ വാങ്ങിക്കും. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ ഇവർ വാങ്ങിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫ്യൂമുകളൊക്കെ ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവരത് ചിലപ്പോൾ രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമുകളായിരിക്കും. അല്ലെങ്കിൽ അവരിടയ്ക്ക് പോയി അടിച്ചുകൊണ്ടിരിക്കും. നമുക്കും വേണമെങ്കിൽ ഇടയ്ക്ക് പോയി അടിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇവർ പിന്നെ ഹാൻഡ് ക്രീമുകൾ, അതായത് കയ്യിലിപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നവർ എപ്പോഴും, അപ്പോൾ അതിൻ്റെ ആ ഒരു പെട്ടെന്ന് ഡ്രൈ ആവും ഇവിടെ സ്കിന്നൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ഡ്രൈനെസ് മാറാനായിട്ട് ഹാൻഡ് ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ലുള്ള ഹാൻഡ് ക്രീമുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറേയൊക്കെ അവരത് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വായിലാണെങ്കിലും സ്മെല്ലുണ്ടെന്ന് സ്വന്തമായിട്ട് ബോധമുള്ളവർ മിക്കവരും തന്നെ ചൂയിങ്കം ചവച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് പോയി മൗത്ത് വാഷ് ഉപയോഗിക്കുന്നവരും ചൂയിങ്കം ചവയ്ക്കുന്നവരൊക്കെ. പല്ലൊക്കെ കാണാൻ വലിയ മെനൊന്നുമില്ല
ഇല്ലെങ്കിൽ നമ്മുടെ പല്ലായിരിക്കും കേട്ടോ അവരുടെ പല്ലിനേക്കാളൊക്കെ നല്ല. എന്നാൽ കൂടിയും അവർ ആ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത്സിലുള്ള സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല്, മസാലകളുടെ ഒന്നിൻ്റെ, നമ്മുടെ ഫുഡ് ഇവർക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ മസാലകളുടെ കുക്ക് ചെയ്യുമ്പോൾ ആ സ്മെല്ല് ഡ്രസ്സിൽ കയറി പിടിക്കുന്ന ഇവിടെ പൊതുവെ ആർക്കും തന്നെ ഇഷ്ടമല്ല. ആ ഡ്രസ്സിൻ്റെ സ്മെല്ല് തന്നെ വിയേർഡായിട്ടുള്ള സ്മെല്ലാന്ന് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പരമാവധി കിച്ചണൊക്കെ അടച്ചിടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്മെല്ല് പോകാതിരിക്കാൻ പാകത്തിന് അടച്ചിടുക. നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യുക സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പോപ്പപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ ചുറ്റും കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് മണം വേറുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാത്ത രീതിക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരിടത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇവരുടെ റൂൾസ് ഫോളോ ചെയ്യാത്ത റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ക്യൂവിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർ ക്യൂ നിന്ന് പോവുള്ളൂ. ധൃതി പിടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഇടിച്ചു തള്ളി ബസ്സിൽ ഒരിടത്തും അവർ ഇടിച്ചു തള്ളി പോവില്ല. എല്ലായിടത്തും അവർ ക്യൂ നിന്ന് പോവുള്ളൂ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ബില്ല് ചെയ്യാനായിട്ടാണെങ്കിൽ എവിടെയാണെങ്കിലും എന്തിനാണെങ്കിലും അവർ ക്യൂ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ അവരുടെ ക്യൂ, അവരുടെ റൂൾസൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ റോഡിലൊക്കെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ ലൈസൻസൊക്കെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ എല്ലാ റൂൾസും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ ഇവിടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ഗിവ് വേ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ അവർ വെയിറ്റ് ചെയ്ത് മുമ്പിലുള്ള വണ്ടി പോയതിന് മാത്രം ശേഷം ഇവർ പുറകിലുള്ള വണ്ടി എടുക്കുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ, എവിടെ സ്പേസ് കിട്ടുന്നു അവിടെ കുത്തിക്കയറ്റുക എന്നുള്ളൊരു ശീലമായിരുന്നു നമുക്ക് നാട്ടിലുണ്ടായിരുന്നത്. അതേ പരിപാടികൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഒബേ ദ റൂൾസ് ഓൾവേസ് വാട്ട് എവർ. പിന്നെ ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് നമ്മൾ ഇൻവേഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു കഫേയിലൊക്കെ ചെന്നിട്ട് 2-3 പേര് ഇരിക്കുന്ന അപ്പോൾ അതിൻ്റെ സൈഡിലൊരു കസേര മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. നമ്മുടെ ഒരു ശീലം അനുസരിച്ച് നമ്മൾ ഓടിച്ചെന്ന് അവിടെ കയറിയിരിക്കും. പക്ഷേ അവരോട് ചോദിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ഇവിടെ എല്ലാവരും ഇരിക്കുകയുള്ളൂ. ഞാൻ വന്ന സമയത്ത് ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അറിയാതിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് ഇവിടുത്തെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മര്യാദയുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് സ്പേസ് റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്നതാണ് കേട്ടോ അവരുടെ സമ്മതം ഇല്ലാണ്ട് നമ്മൾ അവരുടെ വീഡിയോസ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും ഓൾവേസ് ആസ്ക് ഫോർ പെർമിഷൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തിനു പോയാലും നമ്മൾ പെർമിഷൻ ചോദിക്കും. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. പബ്ബിൽ നമ്മുടെ ഇന്ത്യൻ ലുക്കുള്ള ആളുകൾ ഇവിടുത്തെ ആളുകളോട് മര്യാദ ഇല്ലാതെ പെരുമാറുന്നത്. അതിൻ്റെ ഇടയിൽ ഓൾറെഡി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ഓൾവേസ് ആൻ ഇന്ത്യൻ. അതായത് അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നേക്കുമെന്ന് മറ്റുള്ളവരോട് മര്യാദ ഇല്ലാതെ പെരുമാറുക എന്നുള്ളത്. അപ്പം അവർക്ക് നമ്മളെക്കുറിച്ച് ഓൾറെഡി അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. നമ്മുടെ ആളുകൾ മര്യാദ ഇല്ലാത്തവരാണ്, അങ്ങനെയാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത്, റൂഡായിട്ടാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത്. അപ്പം ട്രൈ ടു റെസ്പെക്റ്റ് അതർ പീപ്പിൾ ആസ് വെൽ. അവരുടെ പ്രൈവറ്റ് സ്പേസിൽ ഇൻവൈഡ് ചെയ്യാതിരിക്കുക, പ്രൈവറ്റ് സ്പേസ് റെസ്പെക്റ്റ് ചെയ്യുക. അവർ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ല, ചിലർ ബുദ്ധിമുട്ടായിട്ട് പെരുമാറുന്നവരുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയാണ്, എല്ലാം എന്നല്ല പറയുക. പൊതുവെ അവർക്ക് അവരുടെ നിറം അല്ലാത്തവരെ ഇഷ്ടക്കുറവുണ്ട്. എന്നാൽ കൂടി നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ ഇൻവൈഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിക്ക് നമുക്കും ജീവിച്ചു പോകാം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്ക് അവർക്കും ജീവിച്ചു. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നൊക്കെ ആണെങ്കിലും നമ്മുടെ സ്മെല്ലുകളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് പരിധി വരെ കുക്ക് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കൂടി പരമാവധി ഇവർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മൈൻഡിൽ കുറച്ച് തോന്നിയ പോയിന്റുകളൊക്കെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.